GCDയിൽ വൻ പ്രതിഷേധം. മുണ്ടംവേലി P&T ഫ്ളാറ്റിലെ താമസക്കാരാണ് പ്രതിഷേധിക്കുന്നത്. ഫ്ളാറ്റ് പൂർണ്ണമായും ചോർന്നൊലിക്കുന്നുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, എന്താണ് പ്രതിഷേധത്തിന് കാരണം? മാധു, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ കുറേ കാലങ്ങളായുള്ള പ്രശ്നങ്ങളാണ്. അതായത് കൊച്ചി നഗരത്തിലെ P&T മേഖലയിലുള്ള നിരവധി പേർ അവരെ പിന്നീട് ഒരു ഫ്ളാറ്റിലേക്ക് മാറ്റുകയായിരുന്നു സർക്കാരും GCDയും ഉൾപ്പെടെയുള്ളവർ ചേർന്ന്. ആ ഫ്ളാറ്റ് ഏതാണ്ട് 2.5 വർഷം മുമ്പാണ് ഈ കാണുന്ന 77 കുടുംബങ്ങൾ, അതായത് ഏതാണ്ട് 400ഓളം പേർ അവിടേക്ക് മാറി താമസിച്ചത്. സ്ഥിരമായി വെള്ളം കയറുന്ന ഒരു ചേരി പ്രദേശത്ത് നിന്ന് മികച്ചൊരു ഫ്ളാറ്റിലേക്ക് മാറുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അവർ മാറിയത്. പക്ഷേ താമസം മാറി 1 മാസത്തിനുള്ളിൽ തന്നെ ആ ഫ്ളാറ്റ് ചോർന്നൊലിക്കാൻ തുടങ്ങി. അതിൻ്റെ മുകൾ നിലയിൽ നിന്ന് താഴേക്കടക്കം വെള്ളം എത്തുന്ന സാഹചര്യമുണ്ടായി. അവിടെയുള്ള വൈദ്യുതി ബന്ധമടക്കം വലിയ പ്രശ്നത്തിൽ ഷോർട്ട് സർക്യൂട്ട് അടക്കം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതിന് പിന്നാലെ നിരവധി തവണ പരാതി നൽകിയെങ്കിൽ പോലും ഒരു നടപടിയും ഉണ്ടായില്ല. തീർച്ചയായും മാധു, ഏതാണ്ട് 2.5 വർഷം മുമ്പാണ് ഈ ഫ്ളാറ്റ് തുറന്നു നൽകിയത്. ഇത് അവിടെ താമസം ആരംഭിക്കുന്നത്. അത്തരത്തിൽ പുതിയ ഫ്ളാറ്റിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ചേച്ചി, എന്തൊക്കെയാണ് നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ? ഞങ്ങൾ നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഞങ്ങൾക്ക് ബാത്റൂമിൻ്റെ പ്രശ്നം. ബാത്റൂമിൽ നിന്ന് വീഴുന്ന വെള്ളമാണ് താഴത്തത് അടുക്കളയിലോട്ട് വന്ന് അവർ പാചകം ചെയ്യുന്നത് തന്നെ കുട ചൂടി നിന്നിട്ടാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഒരാൾ ഞങ്ങളുടെ അവിടെ വന്നിട്ട് ഒരു ദിവസം നിന്നിട്ട് ഒരു ദിവസത്തെ ഭക്ഷണം അവർ കഴിക്കോ? ഇല്ല, ഞങ്ങളാണ് ബുദ്ധിമുട്ടി കഴിക്കുന്നത്. ഒരു ചൂട് ഈ വേനൽക്കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഞങ്ങളവിടെ താമസിച്ചത്. ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ഫുള്ള് ഇരുമ്പിലാണ് അത് പണിതേക്കുന്നത്. ശരീരം നാട്ടിന്റെ ശരീരം വെയിൽ കൊണ്ടിട്ട് തുണി വിരിക്കാൻ പോയതാണ്. അത് പൊള്ളി വരാണ്ട് മുതുകൊക്കെ. അങ്ങനെയൊക്കെ ഞങ്ങൾ ജീവിക്കുന്ന ആൾക്കാരാണ്. എന്തോരം കുഞ്ഞുങ്ങളുണ്ടാണ്, പൊടി പിള്ളേർ വരെ ഉണ്ട്. ഇന്ന് ഈ ഇരുമ്പ് വഴിയിൽ കിടക്കാൻ പറ്റുമോ ഞങ്ങൾക്ക്? ഞങ്ങളെ പടുകുഴിയിൽ കൊണ്ട് താട്ടിട്ടേക്കണാണ് ജനങ്ങൾ. എന്നിട്ട് മന്ത്രിമാരോ ആൾക്കാരൊക്കെ കൈയിട്ട് വാരിയെടുത്ത് കോൺട്രാക്ടർക്കാരെ വിളിക്ക്, എഞ്ചിനീയറെ വിളിക്ക്, അവരെ നിർത്തി പണിയിപ്പിക്ക്. നമുക്ക് അത് പൊളിച്ച് 2 നില കെട്ടിത്തരാൻ പറയും. ഞങ്ങൾക്കൊരു സാധാരണ ഇഷ്ടിക വെച്ചിട്ടൊരു വീട് കെട്ടി തന്നാൽ മതിയായിരുന്നില്ലേ? എന്തിനാണ് ഒരു ഇരുമ്പിന്റെ സാധനം അവിടെ കൊണ്ട് കെട്ടി വെച്ചത്? ഞങ്ങളുടെ മക്കൾ അതിലോടി നടക്കുമ്പോൾ മുകളിലെ കറണ്ടിൻ്റെത് അതിലേക്ക് ഓടി നടക്കുമ്പോൾ പേടിയാവില്ലേ? ഞങ്ങൾ എങ്ങനെ വിശ്വസിച്ച് ഞങ്ങളുടെ മക്കളെ വീട്ടിലേൽപ്പിച്ചിട്ട് ഞങ്ങൾ ജോലിക്ക് പോകും? അവിടെ താമസിക്കുന്നവർ വിധവകളും അനാഥരും അങ്ങനത്തെ സാധാരണ ജനങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ താമസിക്കുന്നത്. നമ്മൾക്ക് ജോലിക്ക് പോകണ്ടേ? നമ്മുടെ മക്കളെ ഈ വെക്കേഷൻ സമയത്ത് അവിടെ ഇരുത്തിയിട്ടാണ് പോണത്. എങ്ങനെ വിശ്വസിച്ച് ആ വീടിനകത്ത് മക്കളെ ഇരുത്തും? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഷോക്ക് അടിച്ച് എന്തെങ്കിലും സംഭവിച്ച് ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവര് ഷവറാണ്, വീട് മൊത്തം ഷവർ. എന്താ വെച്ചാൽ ചുറ്റും ഒഴുക്കാണ്. ഒരു സ്ഥലത്ത് മഴവെള്ളം, ഒരു സ്ഥലത്ത് ബാത്റൂമിന്റെ വെള്ളം. ഞങ്ങൾ കഴിക്കണ ഭക്ഷണം ഇവരൊന്ന് കഴിക്കട്ടെ, ഞങ്ങൾ നിൽക്കല്ല, ഇവരൊരു സുമന്ന് ഞങ്ങളുടെ കൂടെ നിൽക്കട്ടെ. എന്നിട്ട് ഇവർ പറയട്ടെ ഞങ്ങൾ ഈ പറയണത് വെറും കള്ളമാണെന്ന്. എന്നിട്ട് ഞങ്ങൾ സംസാരിക്കാം. ഞങ്ങൾക്ക് കിടക്കണം, ഞങ്ങളുടെ മക്കളുടെ ഭാവി. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവനെ തന്നെ വേടിയ ഭാവി. ജീവൻ ഉണ്ടെങ്കിലല്ലേ ഭാവി ഉണ്ടാവുള്ളൂ. ഞങ്ങളിപ്പോൾ പിന്നെ എന്ന് പറഞ്ഞാൽ അവിടെ കിടക്കണത്. അതിന്റെ ആവശ്യമൊന്നും. ഇവർ കഴിഞ്ഞ സുമ എന്റെ വീട്ടിൽ അവിടെ കൊട്ടിച്ചിട്ട് പോയി. അതിന്റെ 4 ഇപ്പോഴത്തെ മതിൽ അങ്ങനെ ഇടിഞ്ഞു വീണ് എന്ത് പണ്ടാരും ഒരു കാണിച്ചു വെച്ചിരിക്കണത്. GCDയും ലൈഫ് മിഷന്റെ മറവിൽ വൻ അഴിമതി തന്നെയാണ് കാണിച്ചേക്കണത്. ലൈഫ് മിഷൻ എന്ന് പറഞ്ഞാൽ അഴിമതിയാണെന്ന് ഇപ്പൊ ഞങ്ങൾക്ക് തോന്നണത്. ഇവർ ഈ കാശ് കട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെയൊക്കെ കൊണ്ട് പറ്റിച്ച് ഞങ്ങൾ അന്തസ്സായിട്ട് ഇവിടെ കിടന്നതല്ലേ. ഇവരെന്തിന് ഞങ്ങളെ കൊണ്ട് അവിടെ 2 ബസ് കയറി മാറി ഞങ്ങൾ അവിടെ പോയി ദൂരം അനുഭവിക്കണം? എന്ത് കാര്യത്തിന്? ഇവരിന് സമാധാനം പറയട്ടെ. എന്താണ് ഇവർ കാണിച്ചു വെച്ചേക്കുന്നത്? ഇതിന് സത്യാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവൻ ഇവർ സംരക്ഷിക്കട്ടെ. ഇവർ പറയട്ടെ നിങ്ങൾ സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങും. അതേ അവസ്ഥയിലാണ് പണിതന്നേക്കുന്നത്. ഇവർ പറയട്ടെ, ഇവരതിന്റെ ഒപ്പിട്ടെ ഞങ്ങൾക്ക് അവിടെ കിടക്കാം. ഈ 2.5 വർഷക്കാലം ഞങ്ങൾ അനുഭവിച്ചത് പോരെ? ഈ താമസം മാറി ഉടൻ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി. ജനുവരിയിൽ ഞങ്ങൾ താമസിച്ച് ഫെബ്രുവരി ആയപ്പോഴത്തേക്കും മഴ പെയ്തപ്പോൾ തന്നെ ലീക്കുകൾ വരാൻ തുടങ്ങി. ഓരോ ലീക്കുകൾ. അപ്പൊ 2.5 വർഷമായിട്ട് ഞങ്ങൾ ഈ കയറി ഇറങ്ങി നടക്കുന്നത് ഒരുപാട് വർഷങ്ങളായി. വലിയ ജീവിത പ്രതിസന്ധിയാണ് അവിടെയുള്ള സാധാരണക്കാരായ മനുഷ്യർ പറയുന്നത്. മുണ്ടംവേലി P&T ഫ്ളാറ്റിലെ താമസക്കാരാണ് അവർ. മുകൾ നിലയിലെ ഫ്ളാറ്റിലെ ബാത്റൂമിൽ ഒഴിക്കുന്ന വെള്ളമാണ് താഴത്തെ നിലയിലെ ഫ്ളാറ്റിന്റെ അടുക്കളയിൽ വന്ന് വീഴുന്നത്. ഒരു ദിവസം അവിടെ വന്ന് താമസിക്കട്ടെ, എന്നിട്ട് പറയട്ടെ ഞങ്ങൾ പറയുന്നത് തെറ്റാണ് എന്നാണ് അവർ പറയുന്നത്. സാധാരണക്കാരായ മനുഷ്യർ ഇഷ്ടിക വെച്ചൊരു വീട് മതിയായിരുന്നു, ഇത്ര വലിയ ഭവന സമുച്ചയം കെട്ടിത്തന്നിട്ട് അവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എന്ന് പറയുകയാണ്.